എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇന്നത്തെ യാത്ര വേറെവിടോ അല്ല, കേരളത്തിന് തന്നെ മിനി ഊട്ടിയായ പൊന്മുടിയിലേക്കാണ്. ഞാനും മാളൂട്ടിയും കുഞ്ഞും പിന്നെ അനുജത്തിയുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ 2 ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങളൊരു 7:30 മണിയായപ്പോൾ അവിടെ എത്തി. 8 മണി തൊട്ടാണ് അവിടെ പ്രവേശനം ആരംഭിക്കുന്നത്. വെറുതെ ഒന്നും കയറിപ്പോവാൻ നോക്കണ്ട. അവിടെ ചെന്നാൽ വണ്ടിക്കും ആൾക്കാർക്കും എൻട്രൻസ് ഫീ കൊടുത്താൽ മാത്രമേ അകത്തോട്ട് പ്രവേശനമുള്ളൂ. വലിയ ആൾക്കാർക്ക് 40 രൂപയും കുഞ്ഞു കുട്ടികൾക്ക് 20 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. 2 വീലറിന് 20 രൂപയും 3 വീലറിന് 30 രൂപയും കാറിനൊക്കെ ആണെങ്കിൽ 40 രൂപയുമാണ് ചാർജ് വരുന്നത്. ഞങ്ങളങ്ങനെ എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്ത് ഒരു 8 മണിയായപ്പോൾ തന്നെ അവർ ഓപ്പൺ ചെയ്തായിരുന്നു. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും കഴിച്ചില്ലായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പ്, പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലോ നല്ല വിശപ്പായിരുന്നു. കുറച്ചുള്ളിലേക്ക് ചെന്നപ്പോൾ തന്നെ PWD റെസ്റ്റ് ഹൗസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അതിനകത്തേക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ അതിരാവിലെ ചെന്നതുകൊണ്ട് തന്നെ ടിഫിനൊന്നും ആയില്ലായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ടിഫിൻ ആവുമെന്നാണ് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ചെറിയ ചെറിയ സ്നാക്സും ചായയൊക്കെ അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഞങ്ങളങ്ങനെ ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ടിഫിൻ ആയിരുന്നു. നല്ല ചൂടപ്പവും നല്ല കടലക്കറിയും. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല ഫുഡായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പൊന്മുടിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ PWD റെസ്റ്റ് ഹൗസ് മിസ് ചെയ്യരുത്. ധൈര്യമായിട്ടും കയറി ഫുഡ് കഴിക്കുക. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പൊന്മുടി ഹിൽ സ്റ്റേഷനിലെത്തി. അവിടെ ചെന്നപ്പോഴോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. മിക്ക സമയങ്ങളിലും സീസണിലാണെങ്കിൽ ഇവിടെ കോടമഞ്ഞിറങ്ങും. പക്ഷേ നമ്മൾ പോയ സമയത്ത് കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു. കോടമഞ്ഞ് കുറവായിരുന്നു, എന്നാലും നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലാണ് കൂടുതലും നല്ല കോടമഞ്ഞ് ഇറങ്ങുന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ വലത് സൈഡിൽ നല്ലൊരു ടവറുണ്ട്, അതാ കാണുന്നുണ്ടോ? അടിപൊളിയാണ് ഗൈസ്. അതിൻ്റെ ടോപ്പിലൊക്കെ കയറിയാൽ നമുക്ക് ആ ഒരു ഹിൽ സ്റ്റേഷൻ കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഞങ്ങളങ്ങനെ ആ ടവർ റൂമിൻ്റെ അടുത്ത് പോയി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റുകളുണ്ട്. എത്ര തന്നെ കണ്ടാലും മതി വരാത്ത ഭംഗിയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ ടെൻഷനും മാറും, മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവും. അത്ര ഭംഗിയാണ് അവിടെ. ഞാൻ വാക്കുകളൊന്നും കൊണ്ട് പറയാൻ പറ്റത്തില്ല, അത്ര ഭംഗിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ട്രിവാൻഡ്രത്തു നിന്നും വെറും 55 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. 22 ഹെയർ പിന്നാണ് മൊത്തം ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിച്ചു വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള വളവുകളായതുകൊണ്ട് തന്നെ വാഹനം പതിയെ ഓടിച്ചു വരിക. പൊന്മുടിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തളർന്നു വരുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊന്മുടി ഹിൽ സ്റ്റേഷൻ കാണാൻ വരുന്നവർ മാക്സിമം രാവിലെ തന്നെ എത്താൻ നോക്കുക. ആ സമയത്താണെങ്കിൽ നല്ല തണുപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരിക. അല്ലാതെ നട്ടുച്ച സമയത്തൊന്നും കയറി വരരുത്. ആ സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. ക്യാമറ കണ്ണുകൾക്ക് പോലും പകർത്താൻ പറ്റാത്തത്ര മനോഹരമാണ് ഈ സ്ഥലം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. സമയം പോയത് അറിഞ്ഞതേയില്ല. പിന്നെ ഇവിടെ വരുന്നവർക്ക് ട്രക്കിങ്ങിൻ്റെ സൗകര്യം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫീയും കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയാൽ മതി, എല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. ഹിൽ സ്റ്റേഷനൊക്കെ കറങ്ങിക്കണ്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് KTDCയുടെ തന്നെ ഒരു ഫുഡ് കോർട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ടിഫിനും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഞങ്ങളങ്ങനെ എല്ലായിടവും കറങ്ങിക്കണ്ടപ്പോൾ തന്നെ ഉച്ചയായി. എല്ലാവർക്കും നല്ല വിശപ്പ്, വേറൊന്നും നോക്കിയില്ല. KTDCയിൽ കയറി ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. പൂരിയും കിഴങ്ങേറിയും കോഫിയുമാണ് കുടിച്ചത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ കപ്പിളായിട്ടൊക്കെ വന്ന് സൊറ പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് പൊന്മുടി. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ വരണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മദ്യപിക്കാനും അതുപോലെ തന്നെ വേറെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഇവിടെ വരരുത്. ഈ സ്ഥലം കംപ്ലീറ്റും ക്യാമറ നിരീക്ഷണത്തിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊന്മുടിയിൽ വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ആ ബെൽ ബട്ടണോട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുതേ. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മീശ സൈനിങ് ഓഫ്.